ഹലോ വിദ്യാർത്ഥികളെ, 150x100x100 മില്ലിമീറ്റർ വലിപ്പമുള്ള PVC ഷീറ്റ് ഉപയോഗിച്ച് ഒരു പ്ലാസ്റ്റിക് ടാങ്ക് എങ്ങനെ നിർമ്മിക്കാം എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഒരു പ്ലാസ്റ്റിക് വെൽഡിംഗ് ഗൺ ഉപയോഗിച്ച് ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്ക്വയർ ടാങ്ക് നിർമ്മിക്കുക എന്നതാണ് ഈ നടപടിക്രമത്തിന്റെ ലക്ഷ്യം. ഇത് ശക്തവും ചോർച്ചയില്ലാത്തതുമായ ഘടന ഉറപ്പാക്കുന്നു. ഈ വിഷയത്തിൽ നിരവധി ഉപകരണങ്ങളുടെയും എക്വിപ്മെന്റുകളുടെയും ഉപയോഗം ഉൾപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ ഇതാ: താപനില നിയന്ത്രണമുള്ള പ്ലാസ്റ്റിക് വെൽഡിംഗ് തോക്ക്, ടാങ്കിനുള്ള ആവശ്യമുള്ള വസ്തുക്കളുടെയും കനത്തിന്റെയും പ്ലാസ്റ്റിക് ഷീറ്റുകൾ, റിലേറെ, സേഫ്റ്റി ഗോഗ്ലേസ്, ചൂട് പ്രതിരോധശേഷിയുള്ള കയ്യുറകൾ, ക്ലാമ്പുകൾ, ക്ലീനിംഗ് സോൾവെന്റ് അസെറ്റോൺ, സാൻഡ് പേപ്പർ ഓർ അബ്രാസീവ് ക്ലോത്തുകൾ, മെസ്സുറിംഗ് ടൂളുകൾ, എഗ് റോളർ, സ്ക്വയർ, അളവുകൾ അടയാളപ്പെടുത്തുന്നതിനുള്ള മാർക്കർ അല്ലെങ്കിൽ പേന, പേപ്പർ ടവലുകൾ അല്ലെങ്കിൽ വൃത്തിയുള്ള തുണി. പ്രോസസ്: സേഫ്റ്റി പ്രിപ്പറേഷൻസ്. നിങ്ങളുടെ സേഫ്റ്റി ഗൂഗ്ലുകളും ചൂട് ഹീറ്റ് റെസിസ്റ്റൻസ് ഗ്ലോവേസും ധരിക്കുക. ബി. ജോലിസ്ഥലം നന്നായി വായുസഞ്ചാരമുള്ളതാണെന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ ലഭ്യമാണെങ്കിൽ ഫ്യൂം സ്ട്രക്ഷൻ സിസ്റ്റം. സി. മുൻകരുതൽ എന്ന നിലയിൽ സമീപത്ത് അഗ്നിശമന ഉപകരണം സൂക്ഷിക്കുക. രൂപകൽപ്പനയും അളവുകളും. നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സ്ക്വയർ ടാങ്കിന്റെ വലിപ്പവും അളവുകളും നിർണ്ണയിക്കുക. ബി. ഒരു സ്ക്വയർ ടെംപ്ലേറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ അതിനനുസരിച്ച് അളവുകൾ അടയാളപ്പെടുത്തുക. പ്ലാസ്റ്റിക് ഷീറ്റുകൾ മുറിക്കുക. ടാങ്കിന്റെ വശങ്ങൾ താഴെ മുകളിൽ ബാധകമെങ്കിൽ ആവശ്യമായ കഷണങ്ങളായി പ്ലാസ്റ്റിക് ഷീറ്റുകൾ അടയാളപ്പെടുത്തുന്നതിനും മുറിക്കുന്നതിനും അളക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക. എഡ്ജ് പ്രിപ്പയർ ചെയ്യുക. പ്ലാസ്റ്റിക് കഷണങ്ങളുടെ അരികുകൾ പരുക്കനാക്കാൻ സാൻഡ് പേപ്പറോ അബ്രാസീവ് ക്ലോത്തുകളോ ഉപയോഗിക്കുക. ഇത് വെൽഡിംഗ് റോഡ് നന്നായി പറ്റി നിൽക്കാൻ സഹായിക്കും. ബി. ഏതെങ്കിലും മലിനീകരണം നീക്കം ചെയ്യുന്നതിനായി ഒരു ക്ലീനിംഗ് സോൾവെന്റും, ഉദാഹരണത്തിന് അസെറ്റോൺ, ഒരു വൃത്തിയുള്ള തുണി അല്ലെങ്കിൽ പേപ്പർ ടവലും ഉപയോഗിച്ച് പരുക്കനായ അരികുകൾ വൃത്തിയാക്കുക. വെൽഡിംഗ് തോക്ക് മുൻകൂട്ടി ചൂടാക്കുക. വെൽഡിംഗ് ഗൺ പ്രീഹീറ്റ് ചെയ്യുക. പ്ലാസ്റ്റിക് വെൽഡിംഗ് കുണ്ണ ഓണാക്കി ഉചിതമായ താപനിലയിലേക്ക് സജ്ജമാക്കുക. നിർദ്ദിഷ്ട താപനില ക്രമീകരണങ്ങൾക്കായി നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ കാണുക. വെൽഡിംഗ്. ടാങ്കിന്റെ വശങ്ങൾ ഒരുമിച്ച് വെൽഡിംഗ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. ആവശ്യമുള്ള കോണിൽ പ്ലാസ്റ്റിക് കഷണങ്ങൾ പിടിക്കുക. അരികുകൾ ഉരുകാൻ വെൽഡിംഗ് തോക്കിന്റെ നോസൽ പ്രയോഗിക്കുക. ബി. ജോയിന്റുകൾക്കൊപ്പം വെൽഡിംഗ് ഗൺ നീക്കുക. പ്ലാസ്റ്റിക് ഉരുകുക. കഷണങ്ങൾ വെൽഡിംഗ് ചെയ്യുക. ഒരു സുരക്ഷിത ബോണ്ട് ഉറപ്പാക്കാൻ നേരിയ പ്രഷർ ചെലുത്തുക. സി. ടാങ്കിന്റെ പ്രധാന ഘടന രൂപപ്പെടുത്തുന്നതിന് എല്ലാ വശങ്ങളും ബന്ധിപ്പിക്കുന്നത് വരെ വെൽഡിംഗ് തുടരുക. ഡി. നിങ്ങളുടെ ടാങ്കിന് നീക്കം ചെയ്യാവുന്ന മുകൾ ഭാഗമുണ്ടെങ്കിൽ പ്രവേശനത്തിനായി ഒരു തുറന്നിടുക.
കൂളിംഗ് വെൽഡിഡ് ടാങ്ക് സ്വാഭാവികമായി തണുപ്പിക്കാൻ അനുവദിക്കുക. ഫോർസഡ് കൂളിംഗ് രീതികൾ ഉപയോഗിക്കരുത്. റീഇൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തിക്കായി അധിക വെൽഡിംഗ് പാസുകൾ ഉപയോഗിച്ച് കോണുകളും സീമുകളും ശക്തിപ്പെടുത്തുന്നത് പരിഗണിക്കുക. ഫൈനൽ ഇൻസ്പെക്ഷൻ ഏതെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ ദുർബലമായ പാടുകൾക്കായി ടാങ്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ബി. എല്ലാ കോണുകളും സീമുകളും സുരക്ഷിതമായി വെൽഡ് ചെയ്യാറിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ക്ലീനപ്പ് പ്ലാസ്റ്റിക് വെൽഡിംഗ് കുണ്ണ ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ അനുവദിക്കുക. ബി. എല്ലാ ഉപകരണങ്ങളും വൃത്തിയാക്കുകയും ഏതെങ്കിലും പാഴ്വസ്തുക്കൾ ശരിയായി സംസ്കരിക്കുകയും ചെയ്യുക. ടീസ്റ്റിംഗ് സീലിൽ ലംഘനങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കാൻ ടാങ്കിൽ വെള്ളം നിറച്ച് ലീക്ക് ടെസ്റ്റ് നടത്തുക. ഫൈനൽ ഇൻസ്പെക്ഷനും യൂസേജും ടാങ്ക് ലീക്ക് ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗത്തിന് തയ്യാറാണ്. സുരക്ഷാ മുൻകരുതലുകൾ. നിങ്ങളുടെ കണ്ണുകളും കൈകളും സംരക്ഷിക്കുന്നതിന് എല്ലായ്പ്പോഴും സുരക്ഷാ ഗ്ലാസുകളും ചൂട് പ്രതിരോധിക്കുന്ന കയ്യുറകളും ധരിക്കുക. നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ പുക ശ്വസിക്കുന്നത് തടയാൻ പുക പുറത്തെടുക്കുന്ന സംവിധാനം ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് വെൽഡിംഗ് തോക്കും വടിയും നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. വെൽഡിംഗ് പ്രക്രിയയിൽ ചൂടുള്ള പ്രതലങ്ങളും വസ്തുക്കളും സൂക്ഷിക്കുക. ജോലിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക. തീ പിടിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് തയ്യാറാക്കൽ. പ്ലാസ്റ്റിക് വെൽഡ് ടെസ്റ്റ് വിശദീകരിക്കൽ. താപനില പരിധി നിലനിർത്തൽ. വെൽഡിംഗ് ഗൺ മുൻകൂട്ടി ചൂടാക്കൽ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് വിഷയം. എല്ലാ ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.